മലയാള സിനിമയിലെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് 74-ാം വയസ്സിലും പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് നമ്മുടെ മമ്മൂക്ക. അടുത്ത കാലത്തായി മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ സിനിമകൾ ഒന്നിനൊന്ന് വ്യത്യസ്തത നിറഞ്ഞതാണ്. ഭ്രമയുഗം, റോഷ, കാതൽ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ മമ്മൂട്ടിയിലെ നടനെ വീണ്ടും വീണ്ടും പരുവപ്പെടുത്തി എടുത്തത് തന്നെയാണ്. അത്രയ്ക്ക് അനായാസവും ഗംഭീരവുമായ അഭിനയം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ഏറെ പ്രതീക്ഷകൾ ഉള്ളതാണ്. എന്നാൽ ഇതിനിടെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച ചില ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. റംസാൻ കാലം കൂടി ആയതിനാൽ ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ്. ഇതിനിടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം. മമ്മൂട്ടി പൂർണ്ണമായും സുഖമായിരിക്കുന്നുവെന്ന് നടനുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ ഊഹാപോഹങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഇവർ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട്. മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചതായും ചികിത്സയ്ക്കായി ചിത്രീകരണത്തിൽ നിന്ന് പിന്മാറിയതായും സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ നിറഞ്ഞിരുന്നു. ഈ ഊഹാപോഹങ്ങൾ സത്യമല്ല എന്നും മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും റംസാൻ മാസമായതിനാൽ മമ്മൂട്ടി കുറച്ച് തിരക്കുകൾ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുമാണ് പറയുന്നത്. നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൊഴുക്കുന്നു. ബിഗ് ബജറ്റിൽ വമ്പൻ താരനിരയിൽ ഒരുങ്ങുന്ന മഹേഷ് നാരായണന്റെ പ്രോജക്ടിന്റെ ഷൂട്ടിംഗ് നീട്ടിയതോടെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത്. മമ്മൂട്ടിയുടെ അസുഖം കാരണമാണ് ഷൂട്ടിംഗ് നീട്ടിയത് എന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിങ്ങനെ വമ്പൻ താരനിരയാണ് മഹേഷ് നാരായണന്റെ സിനിമയിൽ അണിനിരക്കുന്നത്. അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേമികളെല്ലാം ഈ ചിത്രത്തെ നോക്കിക്കാണുന്നത്. മഹേഷ് നാരായണനെ പോലൊരു സംവിധായകന്റെ പ്രോജക്റ്റിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നതിനെ ഇരു താരങ്ങളുടെയും ആരാധകരും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ചിത്രത്തിന്റെ ശ്രീലങ്കയിലെ ഷെഡ്യൂളിൽ മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവരെല്ലാം ഭാഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നീട്ടി എന്ന തരത്തിലാണ് പ്രചരണം. ഫാൻ പേജുകളിൽ ഇതിന്റെ പേരിൽ വലിയ വാഗ്വാദങ്ങളും നടക്കുന്നുണ്ട്. മമ്മൂട്ടിക്ക് ചെറിയ ശ്വസന പ്രശ്നം മാത്രമാണുള്ളതെന്നും വൈകാതെ തിരിച്ചെത്തുമെന്നുമാണ് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. എന്നാൽ മമ്മൂട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടായി എന്നും കുടലിൽ ക്യാൻസർ ആണെന്നും വരെ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. മമ്മൂട്ടി ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ മമ്മൂട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ അനാരോഗ്യമുള്ളതായി അദ്ദേഹവുമായി അടുത്ത് ബന്ധപ്പെട്ട വൃത്തങ്ങളൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. സിനിമാ താരങ്ങളിൽ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുമില്ല. അടുത്ത ദിവസങ്ങളിലും താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മമ്മൂട്ടി സജീവമായിരുന്നു. മമ്മൂട്ടി നിലവിൽ കുടുംബസമേതം ചെന്നൈയിലാണ്. മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ കൊച്ചി ഷെഡ്യൂൾ ഈ മാസം അവസാനത്തേക്ക് നീട്ടിയതിനാൽ മമ്മൂട്ടി കുടുംബസമേതം ചെന്നൈയിലാണ് എന്ന തരത്തിൽ മുൻപ് വാർത്തകൾ വന്നിരുന്നു. ഭാര്യ സുൽഫത്തിനെ കൂടാതെ മക്കളായ ദുൽഖറും സുറുമയും ചെന്നൈയിൽ മമ്മൂട്ടിക്കൊപ്പമുണ്ട്. മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ കൊച്ചിയിലെ ഷൂട്ടിംഗ് മാർച്ച് 12-ന് ആരംഭിക്കേണ്ടതായിരുന്നു. കൊച്ചിയിൽ തന്നെ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വത്തിന്റെ ലൊക്കേഷനിൽ മോഹൻലാലും ഉള്ളത് പ്രകാരമായിരുന്നു ഇത്. വരും ദിവസങ്ങളിൽ എമ്പുരാന്റെ പ്രൊമോഷനിൽ മോഹൻലാൽ സജീവമാകുമെന്നാണ് വിവരം. അതിനാൽ മോഹൻലാൽ മടങ്ങിയെത്തിയ ശേഷമേ മഹേഷ് നാരായണൻ ചിത്രം ആരംഭിക്കൂ എന്നാണ് റിപ്പോർട്ട്. മമ്മൂട്ടിയും മോഹൻലാലിനെയും കൂടാതെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നീ താരങ്ങളും കൊച്ചി ഷെഡ്യൂളിന്റെ ഭാഗമാണ്.